ഇന്ന് പതിവ് പോലെ നല്ല ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. മക്കൾ സ്കൂളിൽ നിന്ന് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ വീട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ കാര്യമായിട്ട് മക്കൾക്ക് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്നൊരു ഫുഡ് റിവ്യൂക്കായിരുന്നു രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. തിരൂർ പുത്തനത്താണിയുള്ള കഫേ ലാമസ് എന്ന് എനിക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. നല്ലതാണെങ്കിൽ മാത്രമേ പറയുള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു നല്ലതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ. ആദ്യം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ഇവിടുത്തെ ബ്രോസ്റ്റഡ് ചിക്കനാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ മനസ്സിലാവും. പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള കിഡു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻസിൽ അറിയിക്കുക. കിടുവായിരുന്നു. ഞാനത് തണുത്ത ശേഷവും കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടേസ്റ്റിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നല്ല ക്രിസ്പിനെസ് ഉണ്ട്, നല്ല ജ്യൂസി. സാധാരണ കഫേ എന്നൊക്കെ പറയുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ അഫോർഡബിൾ ആണ്, നല്ല കോംബോ ഓഫേഴ്സൊക്കെ അവൈലബിൾ ആണ്. അടുത്തത് നമുക്ക് നല്ലൊരു പിസ്സ ട്രൈ ചെയ്താലോ. ഇതാണ് ഹൈബ്രിഡ് പിസ്സ. ഒരുപാട് വെറൈറ്റി പിസ്സ അവരുടെ മെനുവിലുണ്ട്. ഇത് കിട്ടും. അടുത്തത് നല്ലൊരു പെരി പെരി ലോഡഡ് ഫ്രൈസ് ആവാം. കുറച്ചുകൂടെ ചീസി ആവണമെന്ന് തോന്നി. ബാക്കിയൊക്കെ അടിപൊളി കേട്ടോ. ബട്ട് ആ ക്രീമി ആ ഒരു സോസൊക്കെ ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ചീസിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. പിന്നെ നൂഡിൽസിൽ ഇത് ഹക്ക നൂഡിൽസ്. ഇത് എനിക്ക് എന്തോ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഇത് ബർഗറാണ്, ബട്ട് കീമ ബർഗർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറ്റി ചിന്തിച്ചിട്ട് ഉള്ളൊരു ടേസ്റ്റാണ്. ഒരു മിൻസ്ഡ് ആയിട്ടുള്ള ചിക്കനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇതെന്തായാലും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് ബോബ ബ്ലാസ്റ്റ്. ആ പേര് പോലെ തന്നെ നല്ലൊരു ബ്ലാസ്റ്റ് ആവും ഇത് കുടിക്കുമ്പോൾ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേക ഒരു ഫ്ലേവർ ആയിരുന്നു. ബോബൊക്കെ അതിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തത് നല്ലൊരു പാസ്തയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു അറബിയത്ത പാസ്ത. അതിൻ്റെ പേര് അങ്ങനെയാണ്. എത്ര നല്ല ഡിഷസ് ആണെങ്കിലും നമുക്ക് ഡൈനിങ് സ്പേസ് വേണമല്ലോ. നല്ല ഡൈനിങ് സ്പേസ് ഉള്ള നല്ലൊരു കഫേയാണ് തിരൂർ പുത്തനത്താണിയുള്ള ഫെഡറൽ ബാങ്കിന് ഓപ്പോസിറ്റുള്ള ഈ ഒരു കഫേ ലാമസ്റ്റ്. ഞാനിപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ, ഇത് ചിക്കൻ സ്റ്റേക്കാണ്. അതിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡും പിന്നെ വെജിറ്റബിൾസ് സോട്ട് ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കിഡുമായിട്ട് ഇഷ്ടപ്പെടും. അടുത്തത് ഡൈനാമിക് ചിക്കൻ. ആ ഒരു ചിക്കൻ്റെ പീസിൻ്റെ വലുപ്പം കണ്ടോ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അവർ കൊടുക്കുന്നത്. നല്ല സോസും എല്ലാം കൂടി ആയിട്ട് കിഡുമായിരുന്നു. 2 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും കേട്ടോ. ഇത് ഗോവ സോൾട്ട് പഞ്ച്. ആ ഗ്ലാസിൻ്റെ പുറമേ ഉള്ളത് സോൾട്ടാണ്. അത് കൂട്ടിയിട്ട് വേണം ഇത് കുടിക്കാൻ. ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ഇത് കുടിച്ചപ്പോൾ. നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് അത് കുടിച്ച് നോക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ തിരൂർ പുത്തനത്താണി ഭാഗത്തുള്ള കഫേ ലാമസ്റ്റിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടെ. ബ്രോസ്റ്റഡ് ചിക്കൻ, ഹൈബ്രിഡ് പിസ്സ, ഗോവ സോൾട്ട് പഞ്ച്, പെരി പെരി ലോഡഡ് ഫ്രൈസ്, ബോബ ബ്ലാസ്റ്റ്, ഇതൊക്കെയാണ്. ഇനിയും ഒരുപാട് ഡിഷസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക.